കഴിഞ്ഞ ദിവസം ഈ പോലീസ് എത്തി മൊഴിയൊക്കെ രേഖപ്പെടുത്തിയ ഘട്ടത്തിൽ ഏകദേശം ഒരു 4 മണിയോടുകൂടിയാണ് അമ്മയ്ക്ക് ഭക്ഷണമെങ്കിലും കഴിക്കാനായത്. അത്രത്തോളം വലിയ മുറിവാണ് ഈ ചുണ്ടിൽ ഉള്ളത്. അമ്മ ഇപ്പോൾ മകനെതിരെ കൂടുതൽ വകുപ്പുകളിൽ പോലീസ് കേസെടുത്തിരിക്കുക. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് വേറെ ഒന്നും പറയാനില്ല മക്കളെ. സർക്കാർ എന്താണ് വിചാരിക്കുന്നത്? അവൻ എന്തെങ്കിലും കുഴപ്പമില്ലാതെ അവൻ ഇനി ഇവിടുന്ന് മാറി എൻ്റെ കാലശേഷം ഇവൻ ഇവിടെ വരണം. ഇവന് ചിലവായ കാശ് എൻ്റെ മക്കൾ കൊടുക്കും. അത് വേണമെങ്കിൽ ഞാൻ എഴുതി വയ്ക്കാം. അല്ലാതെ എനിക്ക് അവനെ ഒന്നും പറയാനുമില്ല. ഇവളാണ് എന്നെ ദേഹം നോവിക്കുന്നത്. എൻ്റെ മകൻ ഒരു മണ്ണ് നുള്ളി എൻ്റെ പുറത്തിട്ടിട്ടില്ല. ഇവളാണ് എന്നെ ഏത് നേരവും ഉപദ്രവം. മുണ്ടിക്കൂടാ, പറഞ്ഞുകൂടാ, ഓടിക്കൊണ്ട് വരും. ഇവർക്ക് അഹങ്കാരം. ചുട്ടത്തെ മുറിവ് എങ്ങനെയാ? മകൾ എടുത്തെറിഞ്ഞതാണല്ലേ? എറിഞ്ഞ് ഈ ഇരുമ്പിൽ കൊണ്ട്, എന്നല്ല ഇരുമ്പിലാണ് കൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ വീഴുന്നു. കുടുംബ സ്വത്തെന്ന് പറയുന്നത് ആകെ 2.5 സെന്റും ഒരു വീടുമാണ്. 2 സെന്റും ഈ വീട്. ആ വീടിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പ്രശ്നം മൊത്തം നടക്കുന്നത്. അപ്പം പണം കൊടുക്കണമെന്നാണ് പറയുന്നത്. പോലീസ് പറഞ്ഞതും അങ്ങനെയാണ്. നിങ്ങൾ ആരെങ്കിലും എടുത്തോണ്ട് പുള്ളിക്ക് പൈസ കൊടുക്കണം. അപ്പോൾ നമുക്ക് അപ്പോൾ എൻ്റെ മകനും മകളും പറഞ്ഞ് ഞങ്ങൾക്ക് എടുക്കാനും കൊടുക്കാനുള്ള നിവർ. എൻ്റെ മോൾ ഈ കാലം കൊണ്ടാണ് ഒരു വീട്ടുവേലയ്ക്ക് പോണത്. ഞാനും നേരം 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. വരുമ്പോൾ ഇവിടെ വരും, ഒരു ചായ കുടിക്കും, ഞാനങ്ങ് ആ വീട്ടിൽ പോകും. അല്ലാതെ ഇവരെ ഒരു ഉപദ്രവം എന്നെ കൊണ്ടില്ല. എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് 5 മിനിറ്റ് നിന്നിട്ട് വെള്ളം തലയിൽ വരിക. ഞാൻ ഇന്ന് ഏതാണ്ട് എത്രയും മാസമായി നല്ല കുളിച്ചിട്ട്. എണ്ണ ഇല്ലെങ്കിലും സോപ്പില്ലെങ്കിലും ഞാൻ ആരുടെയെങ്കിലും ഒരെണ്ണം കേൾക്കും. എന്ത് ഈ കടം തീക്കാം. ഇല്ലെങ്കിൽ എനിക്കുണ്ട്, പെൻഷനുണ്ട്, 2000 രൂപ ഉണ്ട്. അത് ഈ മകനും മരുമകളും നിരന്തരമായിട്ട് മർദ്ദിക്കുമായിരുന്നോ? നിരന്തരമായിട്ടില്ല. ഇതും കൂട്ടി 3ാമത്തെ പ്രാവശ്യം. ഏത് കിട്ടുന്നാലും മിണ്ടാൻ വെക്കൂല അവളടുത്ത്. അവളെങ്കിൽ ചട്ടം വീര്. ഇവനും മിണ്ടാനൊക്കൂല, അവനും. ഇവള് ഭയങ്കരിയാണ് ആൾ. പോലീസ് കൂടുതൽ വകുപ്പൊക്കെ ചുമത്തിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, വീട് എത്രയും വേഗം ഒഴിയാനാണ് മകനോടും മരുമകളോടും പറഞ്ഞിരിക്കുന്നത്. അത് മതി. ഞാൻ മരിച്ചെന്ന് ആരെങ്കിലും നാട്ടുകാർ അവരുടെ പറയുമ്പം എൻ്റെ മകൻ അത് വിൽക്കും. അവർ സഞ്ചാരിയും കഴിയില്ല, അന്നുമ്പേ അവർ വിറ്റ് അവർ 3 വരായിട്ട് കഴിക്കും. ഞാൻ വെള്ളം കുടിക്കാതെയാണ് മരിച്ചത്. ഒരു ബിസ്ക്കറ്റ് ഓണത്തിന് പോലും എനിക്കവർ ഒരു 2 ചോറ് തരണില്ല. ഞാൻ പത്മനാഭൻ്റെ ഊണാണ്. അഥവാ 2 ദിവസം ചെല്ലണമെങ്കിൽ എല്ലാവർക്കും ഞാൻ പോകില്ല. ഈ മരുമോളെ വീട്ടിൽ പോയിട്ട് 2 ദിവസം 28-നും പോയി ഇവളെ പേറ്റിന് കൊണ്ടാക്കാൻ. ഏറെ ദയനീയമാണ് അമ്മയുടെ അവസ്ഥ. അമ്മയുടെ ഈ കൈ കണ്ടാൽ അറിയാൻ സാധിക്കും. ഈ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ ഭാഗമായിട്ട് അമ്മയുടെ ഈ തോളലിന് പരിക്കുണ്ട്. മാത്രമല്ല, ചുണ്ടിൽ ഒരു ഭാഗം മുതൽ അങ്ങേ അറ്റം വരെ മുറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന സമയം ഏകദേശം 12 മണിയാണ്. ആ വാർത്ത ഓണയർ കയറുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 മണി സമയത്തോടുകൂടിയാണ് ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച ശേഷം വാർത്ത പുറത്തേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ പോലും അമ്മയ്ക്ക് ഒരിറ്റ് വെള്ളം പോലും കുടിക്കാനുള്ള ഒരു സാഹചര്യമോ സാധ്യതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം വേദന സഹിച്ചുകൊണ്ടാണ് അമ്മ ജീവിക്കുന്നത്. അതുപോലെ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോർട്ട് പോലീസിൽ ആദ്യം പരാതിയുമായിട്ട് ചെന്നപ്പോൾ ഇത് കുടുംബ പ്രശ്നമായതുകൊണ്ട് തന്നെ രമ്യതയിൽ പരിഹരിക്കാമെന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒക്കെ ന്യായം. അതുപോലെ തന്നെ അമ്മയും പറഞ്ഞു മകനെതിരെ ആ ഘട്ടത്തിൽ കേസ് വേണ്ട എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷെ പിന്നീട് വീട്ടിലേക്ക് ഈ പരാതി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഘട്ടത്തിൽ വീട്ടിൽ കയറ്റിയില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതേ തുടർന്ന് ഇപ്പോൾ അമ്മ നിലവിൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വീടെന്ന് പറയുന്നത് ബന്ധുവിന്റെ ഒന്നും വീടല്ല, മറിച്ച് തൊട്ടടുത്തുള്ള വീടാണ്. ഏകദേശം ഒരു 5 വീട് മാറിയാണ് ഈ കുടുംബ വീട് വരുന്നത്. ആ കുടുംബ വീടിന് സമീപത്തുള്ള ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഉള്ളവരാണ് ഇപ്പോൾ നിലവിൽ അമ്മയെ നോക്കുന്നതും അതേപോലെ തന്നെ പരിപാലിച്ചു വരുന്നതും ഒക്കെ. എന്തായാലും വലിയ ദയനീയ സ്ഥിതിയാണ്. അമ്മയുടെ പേരിൽ തന്നെയല്ലേ ഇപ്പോഴും? മരണശേഷമല്ലേ മക്കൾക്കുള്ളൂ? അരുൺകുമാർ, അമ്മയുടെ പേരിൽ തന്നെയല്ലേ വസ്തുവുള്ളത്? എന്റെ പേര് പ്രമാണം ബാങ്കിലുണ്ട്. മക്കൾ ബാങ്കിലായാലും ചെന്ന് കേൾക്കണം. ഈ അമ്മ സരസ്വതി അമ്മയല്ലേ ഇവിടെ പൈസ, അവിടത്തെ മാനേജർ വരെ ഞാൻ നടക്കണേ. എന്റെ കാറിൽ നിലവിൽ ഈ 2.5 സെന്റ് വസ്തുവും വീടും പണയത്തിലാണ്. പണയം. അത് പണയം വെച്ചത് ഈ അമ്മയെ മർദ്ദിച്ച ഇളയ മകൻ തന്നെയാണ്. മക്കളെ, അവളാണ് മർദ്ദിച്ചത്. അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി അമ്മ എന്ന് വിളിച്ചെടുത്ത് അവന് ഒരു നയം. അമ്മയെ മകൻ മർദ്ദിക്കുമെന്ന് ഈ പ്രദേശവാസികളും മൂത്ത മകനും ഒക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു. മകൻ എന്നെ ഒന്നും ചെയ്യില്ല. അതില്ലാവനും ഞാൻ പറയില്ല മക്കളെ. സത്യം ഇന്നുവരെ
എൻ്റെ മകൻ എന്നെ ഇച്ചി പോന്ന് പറയില്ല. ഇവള് വന്നതിന് ശേഷം അവൻ്റെ വിധം മാറി. അവൻ അഥവാ എൻ്റെ വശം എന്തെങ്കിലും നിൽക്കുന്നെങ്കിൽ അന്ന് അവനെ ശരിയാക്കും. ഈ ഗോകുൽ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ, ഈ വാർത്ത വന്നതിന് ശേഷം ഈ മകൻ അമ്മയെ വിളിച്ചിരുന്നോ? ചെറുപ്പക്കാരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഈ വാർത്ത വന്നതിന് ശേഷം അമ്മയെ വിളിച്ചു എന്നാണ് പറഞ്ഞത്. അമ്മ ഇന്നലെ കഴിഞ്ഞ ദിവസം മകൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഫോണിൽ വിളിച്ചു. എന്നെ വിളിച്ച് എന്നിട്ട് എന്താ പറഞ്ഞേ? കേട്ടോ, ആര്? ഹലോ, ആര്? അമ്മ, ഞാൻ മധുവാണ്. ഇപ്പം അമ്മയ്ക്ക് എല്ലാവർക്കും സമാധാനമായ അമ്മ. അപ്പം കൂടുതൽ അങ്ങോട്ട് പറയാൻ എനിക്ക് തോന്നണില്ല. ഞാൻ പറഞ്ഞില്ല, അണച്ചു. പിന്നെ അങ്ങോട്ട് പറ വിളി തുടങ്ങി. വെള്ളം അടിച്ചാൽ ഇവന് ഒന്നും അറിയാക്കില്ല. പിന്നെ ഞാൻ 5 വർഷം പോയിട്ട് വീണ്ടും എൻ്റെ വീട്ടിൽ വന്ന് എല്ലാം പറക്കിക്കൊണ്ട് സഹല്ലത്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ചൊവ്വാഴ്ച ദിവസമാണ് ഈ പരിക്ക് പറ്റുന്നത്. പരിക്കേറ്റ സാഹചര്യത്തിൽ നാട്ടുകാരാണ് നമ്മെ ആശുപത്രി കൊണ്ടുപോയത്. മകനല്ല കൊണ്ടുപോയത്. മകൻ ആ സമയത്ത് വീട്ടിലുണ്ട്. എന്തായാലും അത് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കുമുള്ള പാഠങ്ങളാണ് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തം അമ്മയാണ്, എന്നിട്ടാണ് ഈ മോനും മരുമോളും കൂടി ചേർന്ന് ഈ വിധമാക്കി വെച്ചിരിക്കുന്നത്. പാവമല്ലേ.